തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണവും ഗർഭവുമല്ല ചർച്ചാ വിഷയമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ ബിജെപി ശക്തമായ നിലപാടെടുക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. പിന്നെ ഈ ആരോപണ ശരങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് സംവദിക്കും. ഇത് വളരെ കർശനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. വിവരങ്ങളുമായി ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാക്കണം, വികസനം ചർച്ചയാക്കണം എന്നുള്ള ഒരു നിലപാട് സുരേഷ് ഗോപി പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ സ്വർണ്ണപ്പാളി കൊണ്ടുപോയ കേസ് അത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതി അത് കോൺഗ്രസിനെതിരെയും ബിജെപിയിൽ നിന്ന് തന്നെ ആയുധമാക്കി ഉയർത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? സുജിയ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ മുതൽ സുരേഷ് ഗോപി വിവിധ പരിപാടികളിലൂടെ പങ്കെടുക്കുന്നുണ്ട് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട്. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചപ്പോൾ അദ്ദേഹം യാതൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. അതൊന്നും തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന നിലപാടാണ് അദ്ദേഹം പ്രധാനമായി ഉയർത്തുന്നത്. വികസനം എന്ന മുദ്രാവാക്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗർഭവും അതുപോലെ തന്നെ സ്വർണവുമൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കേണ്ടത്, ചർച്ചയാക്കേണ്ടത്. നാടിലെ വികസന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. അവരുടേതായ വ്യക്തിപരമായ ആ നാടിന്റെ വികസന പ്രശ്നങ്ങൾ ഊന്നിയായിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ബിജെപി ശക്തമായ രീതിയിൽ സ്വർണ്ണക്കേസും അതുപോലെ തന്നെ ഗർഭക്കേസും മുന്നോട്ട് വയ്ക്കുമ്പോൾ പക്ഷേ സുരേഷ് ഗോപി വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വേണം പറയാൻ. സ്വാഭാവികമായ എല്ലാ കാലത്തും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അങ്ങനെയാണ്. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുന്നത് ആദ്യമായിട്ടാണ്. സ്വാഭാവികമായി CPM-ഉം CPI പോലും അവരുടെ പ്രവർത്തന റിപ്പോർട്ട് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, തങ്ങളുടെ വോട്ടുകൾ പോയി എന്ന്. പക്ഷേ സുരേഷ് ഗോപി ഇതാദ്യമായാണ് CPM-ന്റെയും CPI-യുടെയും വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാത്രമേ നിങ്ങൾ നേതൃത്വം നൽകാൻ പാടൂ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സാധാരണ ജനങ്ങളെ റിലേറ്റ് ചെയ്യാവുന്ന വിഷയങ്ങൾ അവർ അതിനോട് അനുകൂലമായി പ്രതികരിക്കൂ എന്ന ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ കോർപ്പറേഷനിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. സുജയ, വികസനമാണ് ചർച്ചയാകേണ്ടതെന്ന് സുരേഷ് ഗോപി പറയുന്നു. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.